വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകരുടെ തർക്കം ഇപ്പം മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് കുറുപ്പിനെ നമ്മുടെ കൂടെ ഇപ്പോൾ ഗസ്റ്റായിട്ട് ഇട്ടുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക്. നമ്മളിപ്പോഴും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ കേട്ടതൊരു പേരാണ് ആളൂർ. ഇപ്പോഴും ആളൂരിനെ മലയാളികൾ വിട്ടിട്ടില്ല. എന്തായിരിക്കും കാരണം? നമ്മുടെ ഒരു കപടതയാണ് അതിന് പിന്നിൽ. മലയാളികളുടെ ഒരു കാപട്യമുണ്ട്. മലയാളികൾ എപ്പോഴും കപട സദാചാരവും കപട ധാർമ്മികതയും പറയാൻ മുമ്പിലാണ്. യഥാർത്ഥത്തിൽ ആളൂരിനെ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയ ഒക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലയാളികൾ. ആളൂർ അത്രയും വെറുക്കപ്പെടേണ്ടവരാണോ? ഈ കുറ്റകൃത്യം ഈ ആളൂർ അപ്പീൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കേസിൽ ആ പ്രതികൾ ആളൂരിനോട് ചോദിച്ചിട്ടാണോ കുറ്റകൃത്യത്തിന് പോയിട്ടുള്ളത്? ഒരിക്കലുമല്ല. ഈ ആളൂർ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങളുടെ പങ്ക് പറ്റിയിട്ടുള്ള ആളാണോ? അതുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സൗദി അറേബ്യ അല്ല, അറബ് രാജ്യമല്ല, കുവൈറ്റോ ഒന്നുമല്ല. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം ഇന്ത്യയിലെ നിയമങ്ങളാണ് നമുക്ക് ബാധകമായിട്ടുള്ളത്. ഇപ്പം ഇന്ത്യയിലെ നിയമങ്ങൾ ബാധകം ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫെയർ ട്രയൽ നടക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. സത്യസന്ധമായ വിചാരണ. അതായത് പ്രതികളല്ലാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടരുത്, അതിൽ നിരപരാധികൾ ആയിട്ടുള്ളവർ ഒരിക്കലും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടരുതെന്നുള്ള മഹത്തായ ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. പലപ്പോഴും ഒരു ഫെയർ ട്രയൽ നടന്നെങ്കിൽ മാത്രമേ, സത്യസന്ധമായ ഒരു ട്രയൽ നടന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യാൻ കഴിയത്തുള്ളൂ പലപ്പോഴും. അതിൽ പലപ്പോഴും കോടതിയെ സഹായിക്കുക എന്നുള്ളതാണ് ഈ അഭിഭാഷകൻ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ എത്രയോ കളവായ കേസുകൾ പോലീസ് എടുത്തിട്ടുണ്ട്. കളവായ കേസുകൾ പോലീസും മറ്റ് അന്വേഷണ ഏജൻസികൾ എടുത്തിട്ടില്ലേ? നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും മികച്ച, ഭാരതം കണ്ടതിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനായ നമ്പി നാരായണൻ്റെ ചാരവൃത്തി കേസിൽ പ്രതിയാക്കിയില്ലേ? കേരളത്തിലെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന IG രമൺ ശ്രീവാസ്തവ, പിന്നീട് അദ്ദേഹം DGP ആയി, മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു സമയത്ത് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ ചാരവൃത്തി കേസിൽ അയാളുടെ പ്രതിച്ഛായ മുഴുവൻ നഷ്ടപ്പെട്ടു പോയില്ലേ? അപ്പം പലപ്പോഴും കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും കേസുകൾ പ്രതിയാവുന്നവർ യഥാർത്ഥത്തിൽ ആ പ്രതിക്ക് മാത്രമല്ല അവകാശം, വാദിക്ക് മാത്രമല്ല കേസിനകത്തിൽ അവകാശമുള്ളത്, ഒരു ഫെയർ ട്രയലിന് അവകാശമുള്ളത് പ്രതിക്കുമുണ്ട്. നമ്മൾ ഇപ്പം ആളൂരിൻ്റെ വിഷയത്തിനകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു അഭിഭാഷകൻ ഒരു പ്രതിക്ക് വേണ്ടി ഹാജരായി സത്യസന്ധമായോ കൃത്യമായോ കേസ് നടത്തിയാൽ ആ അഭിഭാഷകനെ എന്തിനാണ് വെറുക്കുന്നത്? പ്രൊഫഷണല്ലേ അല്ലേ? അയാളുടെ ജോലിയല്ലേ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ. നമ്മൾ ഈ അജ്മൽ കസബിനെ ഉൾപ്പെടെ, അതായത് നമ്മുടെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ അജ്മൽ കസബിന് വേണ്ടി സർക്കാരിന് വേണ്ടി പണം മുടക്കി അഭിഭാഷകനെ വെച്ചു കൊടുത്ത രാജ്യമാണ് നമ്മുടേത്. അതുപോലെ തന്നെ പാർലമെന്റ് അക്രമ കേസിലെ പ്രതികൾക്ക് ഫെയർ ട്രയൽ കൊടുത്ത രാജ്യമാണ് നമ്മുടേത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മളിപ്പം പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കാൻ വരെ ആളുകളുണ്ട്, ഭീകരവാദികൾക്ക് വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ആഗോള വിഷയങ്ങളിൽ പലപ്പോഴും വലിയ വാചാലരാകും. ഇസ്രയേല്, പാലസ്തീന്, ഹമാസ് വിഷയങ്ങളിലൊക്കെ നമ്മൾ വലിയ വാഗ്ധോരണികൾ മുഴക്കും. പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ ഇത്രയും വലിയ ഇത് കാണിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനതയെ കൊള്ളിവെപ്പ് നടത്തി ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന കൊള്ളയടിച്ച സദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. അവിടെയാണ് കുറച്ച് കേസുകളിൽ വെറുക്കപ്പെട്ട കുറച്ച് ചിലർക്ക് വേണ്ടി കുറച്ച് കേസുകളിൽ അപ്പീൽ ചെയ്തു എന്നുള്ളതിൻ്റെ പുറത്ത് ഒരു അഭിഭാഷകനെ ഇത്രയും കല്ലെറിയുന്നത് ഇതൊരിക്കലും നീതീകരിക്കാവുന്നതല്ല. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും മറ്റും യൂട്യൂബർമാർ അടക്കമുള്ളവർ ഇപ്പോഴും ഇയാളെ വിടാൻ തയ്യാറല്ല. ഇയാളെ ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കള്ളക്കേസുകൾ പ്രതികൾ പലപ്പോഴും കള്ളക്കേസുകൾ
എടുക്കുകയും പോലീസ് യഥാർത്ഥത്തിൽ പലപ്പോഴും ചില കേസുകളിൽ നിരപരാധികളെ കള്ളക്കേസുകൾ പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും, ഇല്ലെങ്കിൽ പിന്നെ ഈ കേസെടുക്കുന്നതെല്ലാം സത്യസന്ധമാണെങ്കിൽ ട്രയലിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ കാണുന്നതായിരിക്കത്തില്ല സത്യം. ഇപ്പോൾ കുണ്ട്ര ആലീസ് വധക്കേസിനകത്തിൽ വിചാരണ കോടതി ആ പ്രതിയെ ശിക്ഷിച്ചു. ഹൈക്കോടതിയിലെത്തിയപ്പോൾ മനസ്സിലായി ഈ കേസ് കള്ളക്കേസാണെന്ന് മനസ്സിലായി. ആ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു. കോഴിക്കോട് സുന്ദരിയമ്മാൾ വധക്കേസ്, ആ സുന്ദരിയമ്മാൾ വധക്കേസിനകത്തിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ കള്ളക്കേസിനകത്ത് പ്രതിയാക്കി. കേരളത്തിലെ ഒരു പ്രഗത്ഭനായ ഒരു വലിയ ഒരു ആദർശ പുരുഷൻ എന്നൊക്കെ പറയുന്ന ഒരു IPS ഓഫീസർ ഉണ്ടായിരുന്നു. അയാളുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MO കൊല്ലനെ കൊണ്ടുണ്ടാക്കുകയായിരുന്നു. കത്തികൾ, അതായത് ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടറോട് ചോദിക്കും എത്ര സെൻറ്റിമീറ്റർ ആഴത്തിലുള്ള കത്തിയാണ് എന്ന് പറഞ്ഞ് ആ കത്തി ഉണ്ടാക്കി ആ കത്തി തെളിവായിട്ടുണ്ടാക്കുന്നതുണ്ടായിരുന്നു. നമ്മൾ എന്തിനേർപ്പെടുന്നു? നമ്മൾ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതല്ലേ ഒരു പേഴ്സി ജോസഫ് എന്ന് പറയുന്ന തൊടുപുഴയിലെ ഒരു ബാങ്ക് മാനേജരെ, തമിഴ്നാട് സംസ്ഥാനത്തു നിന്നും വന്ന കേരള കേഡറിൽപ്പെട്ട ഒരു IPS ഓഫീസർ, വനിതയായതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ആ IPS ഓഫീസർ കള്ളക്കേസ് എടുത്തു. തൊടുപുഴയിലെ ആ ബാങ്ക് മാനേജറുടെ പേരിൽ, പേഴ്സി ജോസഫിൻ്റെ പേരിൽ എടുത്തിട്ട് കള്ളക്കേസിൽ അയാളെ എന്ത് ചെയ്തു? അയാളുടെ പേരിൽ എടുത്ത കേസ് എന്ന് പറയാൻ സ്ത്രീത്വത്തെ അപമാനിച്ചു. സ്ത്രീ പീഡനത്തിൽ കേസെടുത്തുകൊണ്ട് അയാളെ എന്ത് ചെയ്തു? അയാളെ കൊണ്ട് കോടതി ഹാജരാക്കി. ഏറ്റവും അവസാനം അവിടുത്തെ CCTV, ആ ബാങ്കിലെ CCTV, കാനറ ബാങ്കിലെ CCTV തെളിവായി, ദൈവത്തിൻ്റെ കയ്യെപ്പോലെ തെളിവായി അവിടെ ഉണ്ടായിരുന്നു. ആ CCTVയിലെ തെളിവ് പ്രകാരം ഒരു 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വരികയും ലോൺ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് അത് പ്രോപ്പറായ ഡോക്യുമെൻറ്റേഷൻ ഇല്ലാത്തതിൻ്റെ പുറത്തോ മറ്റെന്തെങ്കിലും സാങ്കേതിക കാരണത്തിൻ്റെ പുറത്തോ ഈ ലോൺ കൊടുക്കാൻ പേഴ്സി ജോസഫ് തയ്യാറായില്ല. അവർ ചെന്ന് ഈ പേഴ്സി ജോസഫിനെതിരെ പരാതി എന്ന തൊടുപുഴ ASP ആയിരുന്ന ആ മാഡത്തോട് പറയുന്നു. ആ മാഡത്തിനെ നമ്മളവരെ പറയുന്നുള്ളൂ. ആ മാഡത്തോട് പറയുന്നു, മാഡം എന്ത് ചെയ്തു? മാഡം ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് ആദ്യത്തെ ആ ഒരു ത്രസിപ്പിൽ നിൽക്കുന്ന സമയമാണ്. മാഡം എന്ത് ചെയ്ത്? അയാളെ പിടിച്ചുകൊണ്ട് പോയി കള്ളക്കേസെടുത്തു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളൊക്കെ അടക്കമുള്ള കേസുകളിട്ട് കോടതി ഹാജരാക്കി അയാളെ റിമാൻഡ് ചെയ്തു. പിന്നീട് ഈ തെളിവുകൾ എതിരായപ്പോൾ ഈ കേസ് 30 ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ വെച്ച് ഒരു അഭിഭാഷകൻ നന്നായി കേസ് നടത്തി ഈ ബാങ്ക് മാനേജരായിരുന്ന പേഴ്സി ജോസഫിന് നീതി മേടിച്ചു കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഇന്നും പേഴ്സി ജോസഫിനെ ജനം എങ്ങനെയാണ് കാണുന്നത്? പോലീസുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കാപാലികനായിട്ടല്ലേ കാണത്തുള്ളൂ. അങ്ങനെ കേരളത്തിൽ എത്ര കേസുകളിൽ കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ സത്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത എത്രയോ കേസുകൾ എടുത്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഇത്തരത്തിൽ PA ആളൂരിനെതിരെ മുഴക്കുന്നത്, അല്ലെ BA ആളൂരിനെ കല്ലെറിയുന്നത് മലയാളിയുടെ ഒരു കപടതയാണ്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും ഇല്ലാത്ത കപടതയാണ്. ശരിക്കും പറഞ്ഞാൽ ആരും ഏറ്റെടുക്കാൻ ധൈര്യപ്പെടാത്ത കേസുകളെ ആളൂർ ഏറ്റെടുത്തു. അതുകൊണ്ടല്ലേ ആളൂരിനെ ഇത്രയും ഒരു പക്ഷേ അയാളുടെ അയാൾ പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷണൽ പേരെടുക്കാൻ വേണ്ടിയോ കാണിച്ചൊരു കുശാഗ്ര ബുദ്ധിയായിരിക്കാം. അത് നമ്മളത് ഒരിക്കലും അല്ല എന്ന്, അയാളുടെ ഒരു സദ്ബുദ്ധിയാണെന്ന് ചിലപ്പോൾ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പക്ഷേ അത്തരത്തിലുള്ള കേസുകൾ ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് ഇപ്പം ജിഷ വധക്കേസിലോ അല്ലെങ്കിൽ മറ്റു കേസുകളിലോ കുറച്ച് കേസുകളിൽ അയാൾ വെറുക്കപ്പെട്ട കുറച്ച് പേർക്ക് വേണ്ടി അപ്പീർ ചെയ്തു എന്നുള്ളത് കൊണ്ടോ അയാൾ എങ്ങനെ വെറുക്കപ്പെടുന്നവനാവുന്നത്? അത് തെറ്റല്ലേ? അപ്പോൾ ഇതൊരിക്കലും ഇപ്പോഴും ഈ മലയാളി ഇപ്പോഴും ഇയാളുടെ പുറകെ നടന്ന് ഇയാളെ വേട്ടയാടുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. കേരളത്തിന് പുറത്തും ഇയാൾ ബൈ പ്രൊഫഷൻ വക്കീൽ എന്ന നിലയിൽ കുറേ കേസുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പൂനെയിലും ഒക്കെ ഇയാൾ കേസ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പിന്നീട് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ പരിശോധിച്ച് നോക്കിയാൽ 52 വയസ്സിൽ ഇയാൾ മരണമടഞ്ഞത് ഇയാൾ നടത്തിയിട്ടുള്ള വലിയ മോശപ്പെട്ട അങ്ങനെയാണെങ്കിൽ സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, പ്രമോദ് മഹാജൻ, കേരളത്തിലെ പല പ്രമുഖ വ്യവസായ പ്രമുഖന്മാരുടെയും മക്കൾ. ഞാൻ ആ വ്യവസായ പ്രമുഖന്മാരുടെ പേര് പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു നല്ലതാണെന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ എത്രയോ വ്യവസായ പ്രമുഖന്മാരുടെ ചെറുപ്പക്കാരായ മക്കൾ വാഹനാപകടങ്ങളിലും അല്ലാതെയും മരണമടഞ്ഞു പോയിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ ചെറുപ്രായത്തിൽ മരണമടഞ്ഞു പോയിട്ടില്ലേ?
ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ ചെറുപ്രായത്തിൽ മരണമടഞ്ഞു പോയിട്ടില്ലേ? അപ്പം ഈ പല കമൻറ്റുകളും പല യൂട്യൂബർമാരും ഒക്കെ പറയുന്നത് പിന്നെ മലനാടൻ അതിനകത്ത് കുറച്ച് വ്യത്യസ്തത കാണിച്ചു, അതിൻ്റെ രണ്ട് വശവും പറഞ്ഞു. ABC-യും ഒരുപക്ഷെ രണ്ട് വ്യത്യസ്തമായ വശങ്ങൾ പറഞ്ഞു. പക്ഷേ പലപ്പോഴും ഈ ഒരു സോഷ്യൽ മീഡിയ ഇയാളെ ആക്രമിക്കുന്നത്, അയാൾക്കൊരു കുടുംബമില്ലേ, അയാൾക്ക് പിന്നെ ഭാര്യ ഉണ്ടോയെന്നറിയില്ല, മക്കളുണ്ടോയെന്നറിയില്ല, അയാൾക്ക് എന്തൊരു അച്ഛനും അമ്മയും അയാൾക്കുണ്ടാവുമല്ലോ. 52 വയസ്സുകാരൻ്റെ അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ട് ജീവിച്ചിരിപ്പുണ്ടാവാം, അല്ലെങ്കിൽ മരണമടഞ്ഞിട്ടുണ്ടാവാം, അയാൾക്ക് സഹോദരങ്ങളുണ്ടാവാം. പക്ഷെ ആ ബന്ധുക്കളോടും അയാളുടെ സുഹൃത്തുക്കളായ കുറച്ച് പേരുണ്ടാവുമല്ലോ. ഏത് വെറുക്കപ്പെട്ടവനാണെങ്കിലും അയാൾക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ടാവുമല്ലോ. അവരോട് ചെയ്യുന്നൊരു നീതികേടല്ലേ അത്? ചുരുക്കം പറഞ്ഞാൽ ആളൂർ എന്ന് പറയുന്നത് അയാളുടെ ജോലി ചെയ്തു, ആ ജോലി ചെയ്തത് ചില പ്രതികൾക്ക് വേണ്ടി ആയതുകൊണ്ട് അയാളെ ക്രൂശിക്കപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോഴും അങ്ങനെ മലയാളികൾ വിടുന്നത് മലയാളികളുടെ ഒരു സ്വഭാവ വൈകല്യമാണ്. കാരണം അവർക്ക് പാകിസ്ഥാനിലെ തീവ്രവാദികൾ, JKLF തീവ്രവാദികൾക്കും ലഷ്കർ-ഇ-തോയ്ബയ്ക്കും അല്ലെങ്കിൽ ഹിസ്ബുൾ മുജാഹിദിനും പിന്നെ പാലസ്തീൻ വിഷയത്തിലും ഈ ഇസ്രായേൽ വിഷയത്തിലും ഒക്കെ തന്നെ അവിടുത്തെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെ ന്യായീകരിക്കുന്ന, 10,000-കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത ആളുകളെ ന്യായീകരിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, സദ്ദാം ഹുസൈന് വേണ്ടി ഹർത്താൽ പ്രഖ്യാപിച്ച, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം കേരള സംസ്ഥാനമാണ്. അവിടെയാണ് നമ്മൾ ആളൂരിനെ വെറുക്കപ്പെട്ടവനായി മുദ്രകുത്തി വെറുക്കപ്പെട്ടവൻ്റെ പട്ടികയിലേക്ക് അയാളെ ചേർക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.